السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്ന് അവതരിച്ച പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യത്വം നിഷേധിക്കുന്ന സത്യനിഷേധികളോട് അള്ളാഹു സുബ്ഹാനഹു തആല ആവശ്യപ്പെടുകയാണ്. ഈ ഖുർആൻ അത് അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതല്ല, കേവലം മനുഷ്യ നിർമ്മിതമാണ് എങ്കിൽ ഈ ഖുർആനിന് പോലുള്ള ഒന്ന് നിങ്ങൾ കൊണ്ടുവരൂ എന്ന്. അതിന് ആ സത്യനിഷേധികൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവരോട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് നാളെ വരാനിരിക്കുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവാനാണ്. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനങ്ങൾ അത് മനുഷ്യന്മാരും കല്ലുകളുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്തുകയാണ്. അതിനുശേഷം സൂറത്തുൽ ബഖറയുടെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ നരകത്തെക്കുറിച്ച് പറഞ്ഞത് ഉഇദ്ദത് ലിൽ കാഫിരീൻ എന്നാണ്. അതായത് ആ നരകം അത് സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു എന്നാണ്. ഇൻഷാ അല്ലാഹ് ഈ ഭാഗമാണ് സഹോദരങ്ങളെ ഇന്ന് ഹ്രസ്വമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു നരകം എന്നത് നമ്മൾ പഠിക്കുമ്പോൾ, ഈ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നരകം അള്ളാഹു സുബ്ഹാനഹു തആല സത്യനിഷേധികൾക്ക് വേണ്ടി സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് എന്നാണ്. ഇത് നമ്മുടെ അഖീദയാണ് സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണ് ഈ കാര്യം. ഈ ആയത്തിന്റെ തഫ്സീറിൽ എല്ലാ മുഫസ്സിറുകളും ഈ കാര്യം ഉണർത്തിയിട്ടുണ്ട്. നരകം അത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിന്റെ ശരിയായ ആദർശത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ മുഅ്തസിലിയാക്കൾ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു വിഭാഗം, അവരുടെ വിശ്വാസമാണ് നരകം അത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളായ ഹദീസുകളിൽ നിന്നും നരകം അത് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്നത് വ്യക്തമായ കാര്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തെക്കുറിച്ച് പറയുന്നത് ഉഇദ്ദത് ലിൽ കാഫിരീൻ എന്നാണ്. അത് സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു, തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നത് ഖുർആനിലെ വേറെയും ആയത്തുകൾ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറഉൽ അഖീദത്തു തഹാവിയയിൽ ഇമാം ഇബ്നു അബിൽ ഇസ്സുൽ ഹനഫി റഹിമഹുല്ലാഹ് പറയുന്നത് സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അവ രണ്ടും ഇന്ന് ഉണ്മയുടെ ലോകത്തുള്ളതാണ്. ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ഏക അഭിപ്രായമുണ്ട്, ഇജ്മാ ഉണ്ട്. അവർ ഈ വിശ്വാസത്തിലാണ്. ഇന്നും മുഅ്തസിലിയത്തും ഖദരിയത്തുമാണ് ഈ വിശ്വാസത്തെ നിഷേധിച്ചത്. അവർ പറഞ്ഞു അള്ളാഹു അന്ത്യനാളിലാണ് അവയെ സൃഷ്ടിക്കുക എന്ന്. എന്നാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖദഹു ബിൽ ഗദാത്തി വൽ ഗശിയ്യ, നിങ്ങളിൽ ആരെങ്കിലും മരിക്കുകയാണ് എങ്കിൽ അവന് അവന്റെ സങ്കേതം രാവിലെയും വൈകുന്നേരവും പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീഴ്ചയുടെ ശബ്ദം കേട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് എന്തെന്ന് നിങ്ങൾക്കറിയുമോ എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനും അവന്റെ ദൂതർക്കുമാണ് കൂടുതൽ ഈ കാര്യം അറിയുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്, ഇതൊരു കല്ലാണ്, നരകത്തിൽ 70 വർഷങ്ങളായി അത് എറിയപ്പെട്ടിട്ട് അത് ഇതുവരെയും നരകത്തിന്റെ ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ ഹദീസുകളൊക്കെ അറിയിക്കുന്നത് നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ്, ഉണ്മയുടെ ലോകത്ത് ഉള്ളതാണ് എന്ന് കൃത്യമായി കൊണ്ട് ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ നരകത്തെക്കുറിച്ചും അതിന്റെ ഭയാനകതയെക്കുറിച്ചുമൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ.
അന്ത്യനാളായി കഴിഞ്ഞാൽ ഈ നരകത്തെ കൊണ്ടുവരപ്പെടുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വജീഅ യൗമഇദിൻ ബിജഹന്നമ, അന്ന് നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്താലെന്ന് സൂറത്ത് ഫജ്റിലെ 23-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കൊണ്ടുവരലിനെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. യൂതാ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാമിൻ മഅ കുല്ലി സിമാമിൻ 70000 മലകിൻ യജുറൂനഹ. അന്ന് നരകം കൊണ്ടുവരപ്പെടും. അതിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണിനും 70,000 വീതം മലക്കുകൾ ഉണ്ടായിരിക്കുമെന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ആ നരകത്തിന്റെ വലിപ്പം എന്താണ് എന്ന്. 70,000 കടിഞ്ഞാണുള്ള നരകം, 70,000 വീതം മലക്കുകളും ഓരോ കടിഞ്ഞാണിനും ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ നരകത്തിന്റെ അവസ്ഥ സഹോദരങ്ങളെ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അശ്ശംസു വൽ ഖമറു സൗറാനി മുകവ്വറാനി ഫിന്നാരി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ സൂര്യനും ചന്ദ്രനും നരകത്തിൽ ചുറ്റിപ്പൊതിയപ്പെട്ട 2 കാളകളുടെ വലിപ്പത്തിൽ മാത്രമായിരിക്കുമെന്ന് നമുക്ക് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിൽസിലത്തു സ്വഹീഹയിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങള്, ഭീമാകാരങ്ങളായ സൂര്യനും ചന്ദ്രനും നരകത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നരകത്തിൽ അവക്ക് കേവലം 2 കാളകളുടെ വലുപ്പമേ ഉള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ആ നരകത്തിന്റെ വലുപ്പം എത്രമാത്രമായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഈ നരകമാണ് സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ നരകവും സ്വർഗവും തർക്കിക്കുകയാണ്. അപ്പോ നരകം പറഞ്ഞു, എന്നിൽ അഹങ്കാരികളും സ്വാച്ഛാധിപതികളും പ്രവേശിക്കുമെന്ന്. അപ്പൊ സ്വർഗം പറഞ്ഞു, എന്നിൽ എല്ലാ ദുർബലരും സാധുക്കളും പ്രവേശിക്കുമെന്ന്. അപ്പോൾ നരകത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നീ എന്റെ ശിക്ഷയാണ്, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീ ഏൽപ്പിക്കുമെന്ന് പറയുകയാണ്. അപ്പോ സ്വർഗത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുകയാണ്, എന്ത്? നീ എന്റെ കാരുണ്യമാണ്, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവരോട് കരുണ കാണിക്കും, നിങ്ങൾ 2 പേർക്കും അവ നിറയെ ആളുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ പറയുന്നത് അഹങ്കാരികളും സ്വാച്ഛാധിപതികളും നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. ഇത് സത്യനിഷേധികളുടെ ഒരു പൊതു സ്വഭാവമാണ് സഹോദരങ്ങളെ. അഹങ്കാരവും സ്വാച്ഛാധിപത്യവുമാണ് അവരെ സത്യം അംഗീകരിക്കുവാൻ വേണ്ടിയിട്ട് തടസ്സം നിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സഹോദരങ്ങളെ നരകത്തിലെ ശിക്ഷ എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ഇഹലോകത്തുണ്ടാകുന്ന തീ അത് നരകത്തീയിന്റെ 70-ൽ 1 ഭാഗമാണ് എന്നാണ്. നരകത്തീ ഇഹലോകത്തുണ്ടാകുന്ന തീയിലേക്ക് 69 ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് അധികമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ നരകത്തീ അത് ഇഹലോകത്തുണ്ടാകുന്ന തീയിലേക്ക് 69 ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് അധികമാക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അത് ശരീരത്തിൽ ഏറ്റുവാങ്ങാൻ കഴിയുന്ന രൂപത്തിലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികളെ സംവിധാനിച്ചിട്ടുള്ളത്. നരകവാസികൾ നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നത് ഭീകര രൂപം പൂണ്ടായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നരകത്തിലുള്ള അവിശ്വാസി അവൻ ഇരിക്കുന്ന സ്ഥലത്തിന് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള വിസ്താരമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം തിർമിദി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് ഹദീസ് സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ചതാ. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നരകത്തിൽ പ്രവേശിക്കുന്ന അവിശ്വാസിയായ വ്യക്തിക്ക് ഒന്നിരിക്കുവാനുള്ള സ്ഥലത്തിന്റെ വിസ്താരമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മക്ക മുതൽ മദീന വരെയുള്ള സ്ഥലത്തിന്റെ വിസ്താരം ഒരാൾക്ക് വേണമെങ്കിൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ രൂപം സഹോദരങ്ങളെ? ആ വിഷയം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസ് പ്രസക്തമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നരകത്തിലുള്ള അവിശ്വാസിയുടെ 2 ചുമലുകൾക്കിടയിലെ ദൂരം അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ 3 ദിവസം സഞ്ചരിക്കുന്ന ദൂരമായിരിക്കുമെന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നരകത്തിൽ പ്രവേശിക്കുന്ന അവിശ്വാസിയായ വ്യക്തിയുടെ 2 ചുമലുകൾക്കിടയിലെ ദൂരമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അത് അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ
3 ദിവസം സഞ്ചരിക്കുന്ന ദൂരമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ കാര്യം നമ്മെ അറിയിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം സഹോദരങ്ങളെ. തീർന്നില്ല, മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്, അവിശ്വാസിയുടെ മോണ അല്ലെങ്കിൽ അവിശ്വാസിയുടെ തേറ്റ ഉഹുദ് പർവ്വതം പോലെ ആയിരിക്കും, അവന്റെ തൊലിയുടെ കട്ടി 3 ദിവസത്തെ ദൂരമായിരിക്കുമെന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ കഴിയേണ്ടി വരുന്ന ഒരു അവിശ്വാസിയുടെ പല്ലിന്റെ മോണയുടെ കാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. അത് ഉഹുദ് പർവ്വതം പോലെ ആയിരിക്കുമെന്നാണ്. എത്ര വ്യക്തമായിക്കൊണ്ടാണ് നരകത്തെക്കുറിച്ചും അവിടെ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ലോകത്തെ ജീവിതവുമായി നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയുന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെല്ലാം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഭയാനകമാണ് അവിടുത്തെ അവസ്ഥകൾ. നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ ഭീകരരൂപം അത് നമ്മൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസുകളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അവിശ്വാസിക്കുള്ള ഈ വലിപ്പം അവനുള്ള ശിക്ഷ പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ്. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതുകൊണ്ട് അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസുകളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ശറഹ് മുസ്ലിമിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതെല്ലാം വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഗൗരവമായ ഈ വിഷയം നമ്മൾ ഗൗരവത്തോടു കൂടി നോക്കിക്കാണണമെന്ന് ഉണർത്തുകയാണ്. ഒന്നിരിക്കുവാൻ മക്ക മുതൽ മദീന വരെയുള്ള വിസ്താരം ആവശ്യമുള്ള ഉഹുദ് മലയോളം വരുന്ന മോണയുമായി 3 ദിവസത്തോളം ഒരു വഴിയാത്രകൻ സഞ്ചരിക്കുവാൻ ആവശ്യം വരുന്ന ദൂരം 2 ചുമലുകൾക്കിടയിലെ ദൂരത്തിലുണ്ടാകുന്ന 3 ദിവസത്തോളം സഞ്ചരിക്കാൻ ദൂരം വരുന്നത്ര വിസ്തീർണത്തിലുള്ള തോലുമായി നരകത്തിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ അത് വളരെ മോശമായ അവസ്ഥയാണ് സഹോദരങ്ങളെ. ആ നരകത്തിൽ നമ്മൾ അകപ്പെടുവാൻ പാടുള്ളതല്ല. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ, ഇവരൊന്നും അതിലേക്ക് പ്രവേശിക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്. സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ വഖൂദുഹന്നാ ഹിജാറ. സത്യവിശ്വാസികളെ, സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എങ്ങനെയാണ് നമുക്ക് സ്വന്തത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ വേണ്ടി പറ്റുക? എങ്ങനെയാണ് നമ്മുടെ ബന്ധുക്കളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ വേണ്ടി പറ്റുക? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ ഗൗരവത്തിൽ എടുക്കണം, എങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഖുർആനിന് നമ്മുടെ ജീവിതത്തിൽ പരിഗണന കൊടുക്കണം, എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മൾ ആ ഖുർആനിന് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മൻ സഅലല്ലാഹുൽ ജന്നത സലാസ മറാത്തിൻ, ഒരാൾ അള്ളാഹുവിനോട് 3 തവണ സ്വർഗം ചോദിച്ചു കഴിഞ്ഞാൽ ഖാലത്ത് അൽ ജന്ന, സ്വർഗ്ഗം ആ സമയം പറയും, അല്ലാഹുമ്മ അദ്ഖിലുഹുൽ ജന്ന, അല്ലാഹുവേ ഇയാളെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് സ്വർഗ്ഗം പറയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വമൻ ഇസ്തിജാറ മിനന്നാരി സലാസ മറാത്തിൻ, ഒരാൾ അല്ലാഹുവിനോട് 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ തേടി കഴിഞ്ഞാൽ ഖാലത്ത് അന്നാർ, ആ സമയം നരകം പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുവേ ഇയാൾക്ക് നീ നരകത്തിൽ നിന്ന് രക്ഷ നൽകണമേ എന്ന് നരകം പറയുമെന്ന. സഹോദരങ്ങളെ, അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവോട് സ്വർഗം ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗമാണ് അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ ഇയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. അതുപോലെ തന്നെ ഒരാൾ അള്ളാഹുവിനോട് 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ തേടി കഴിഞ്ഞാൽ ആ സമയം നരകമാണ് പറയുന്നത്, ഇയാൾക്ക് നീ നരകത്തിൽ നിന്ന് രക്ഷ നൽകണമേ എന്ന് അള്ളാഹുവോട് ആ സ്വർഗവും നരകവും ഒക്കെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അള്ളാഹുവോട് ചോദിക്കുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഗൗരവമായി നമ്മൾ ചിന്തിച്ചു നോക്കണം. ആത്മാർത്ഥമായി കൊണ്ട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കണം, അള്ളാഹുവോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ സ്വർഗം? അള്ളാഹുവോട് നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെ മനുഷ്യരും കല്ലുകളും ഇന്ധനമാകുന്ന ആ നരകത്തിൽ നിന്ന് വളരെ ആത്മാർത്ഥമായി രക്ഷ തേടുവാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം സഹോദരങ്ങളെ. നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പറയുന്ന എന്നെയും എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ.